ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് വളരെ സണ്ണി ആയൊരു ദിവസമാണ്. അതുകൊണ്ടൊരു ഷോർട്ട് റൈഡ് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് ഒറിഗൺ എന്നൊരു സ്ഥലത്തേക്കാണ്. ഇലിനോയ് സ്റ്റേറ്റിലെ മനോഹരമായൊരു സ്ഥലം. ഇവിടെ പ്രധാനമായിട്ടും 2 പോയിൻ്റുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്ന് ലൗഡൻ സ്റ്റേറ്റ് പാർക്കിലെ ദ എറ്റേണൽ ഇന്ത്യൻ അഥവാ ബ്ലാക്ക് ഹോക്ക് സ്റ്റാച്യു എന്ന് പറയുന്ന ഒരു മനോഹരമായ പ്രതിമ. രണ്ടാമത്തത് സ്ലെഡ്ജ് ഹാമേഴ്സ് എന്ന പോപ്പുലറായിട്ടുള്ളൊരു ബൈക്കർ ബാർ. മാപ്പും എല്ലാം ഞാൻ ഓൾറെഡി ഗാർമിനിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 80 മൈൽസ് അഥവാ 130 കിലോമീറ്ററാണ് വൺ വേ ദൂരം. റണ്ണിങ് ടൈം സാധാരണ 1 മണിക്കൂറിനും 1.5 മണിക്കൂറിനും ഇടയ്ക്കായിരിക്കും, അക്കോർഡിംഗ് ടു ദ റൂട്ട് വി ടേക്ക്. ഇനി നമുക്ക് നേരെ പോയി പെട്രോൾ അടിക്കാം. തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ്. ഞാൻ കഴിയുന്നതും എൻ്റെ കാറിലും ബൈക്കിലും എല്ലാം ഷെല്ലിൻ്റെ 93 നൈട്രോ പ്രീമിയമാണ് അടിക്കാറ്. ഇവിടെ നമ്മൾ തന്നെയാണ് പെട്രോൾ അടിക്കുന്നത്. അതുകൊണ്ട് പെട്രോൾ അടിക്കുമ്പോൾ സൂക്ഷിച്ച് പെട്രോൾ അടിക്കുക. എങ്ങും തുള്ളിൽ പോകാതെയും ബൈക്കിൽ വീഴാതെയൊക്കെ പെട്രോൾ അടിക്കുക. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. ഇനി മെയിൻ റോഡിൽ കയറുക. റൈഡ് സ്റ്റാർട്ട്. ഇവിടെ നമ്മളൊരു ലെവൽ ക്രോസിൽ പെട്ടു. ഇവിടുത്തെ ട്രെയിനുകൾ, പ്രത്യേകിച്ച് ഫ്രൈറ്റ് ട്രെയിനുകൾ അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിനുകൾ ഭയങ്കര നീളമുള്ളതാണ്. ഇതിന് തന്നെ ഏകദേശം 2-3 മൈൽ നീളം ഉണ്ടായിരുന്നുണ്ട്.
ഇനി കുറച്ച് നേരം നമ്മൾ ഇൻ്റർസ്റ്റേറ്റിലാണ്, ഏകദേശം ഒരു 7-8 മൈൽ ദൂരം. നമ്മൾ ഡെക്കാൽബ് എന്നൊരു ടൗണിലെത്തി. ഓറിഗണിന് തൊട്ടു മുമ്പുള്ളൊരു പ്രധാനപ്പെട്ട ടൗണാണ് ഡെക്കാൽബ്. രണ്ട് ഹാർലി സുഹൃത്തുക്കൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് പതുക്കെ ഡിപ്ലോമാറ്റിക്കായിട്ട് അവരെ ഓവർടേക്ക് ചെയ്ത് പോവാം. ഇനിയാണ് ഈ റൂട്ടിലെ എൻ്റെ ഏറ്റവും ഫേവററ്റ് പാർട്ട്. മനോഹരമായ വഴികൾ, വൈൻഡിങ് റോഡ്സ്, ബ്യൂട്ടിഫുൾ സീനറി. നമ്മളിപ്പോൾ റോക്ക് റിവറിൻ്റെ ഇപ്പുറത്തെ തീരത്തെത്തി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ പാർക്കിലേക്ക്. നമ്മളങ്ങനെ ലോഡൻ സ്റ്റേറ്റ് പാർക്കിൻ്റെ എൻട്രൻസിലെത്തി. നമ്മൾ പാർക്കിലേക്ക് കയറുകയാണ്. ചുറ്റും ഇടതൂർന്ന മരങ്ങൾക്ക് നടുവിലൂടെ നമ്മൾ ബ്ലാക്ക് ഹാപ്പ് സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്താൻ പോവാണ്.
ഈ പാർക്കിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭാഗമാണിത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റായ ബ്ലാക്ക് ഹോക്ക് അഥവാ എറ്റേണൽ ഇന്ത്യൻ സ്റ്റാച്യുവിൻ്റെ അടുത്തെത്തി. ഈ സ്റ്റാച്യുവിൻ്റെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് നേറ്റീവ് അമേരിക്കൻസിൻ്റെ സ്പിരിറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും രൂപത്തിലോ ഒന്നും ഉണ്ടാക്കിയ സ്റ്റാച്ചു അല്ല, ജസ്റ്റ് പൊതുവായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഏകദേശം 48 അടി പൊക്കമുണ്ട് ഇതിന്, 48 ഫീറ്റ്സ്. ഇനി നമുക്ക് പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി റിവർ ക്രോസ് ചെയ്ത്, റോക്ക് റിവറാണ്, ഓറഗോൺ ടൗണിലൂടെ റിവറിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തി സ്ലെഡ്ജ് ഹാമറിലേക്ക് പോവാം. ഇതാണ് ഓറഗോൺ ടൗൺ. നമ്മളിപ്പോൾ പാലമൊക്കെ ക്രോസ് ചെയ്ത് റോക്ക് റിവറിൻ്റെ ഇപ്പുറത്തെ കരയിലെത്തി. നിങ്ങൾ വലതുവശത്തെ കാട്ടിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ബ്ലാക്ക് ഹോക്ക് സ്റ്റാച്ചുവിനെ കാണാൻ പറ്റും. നമ്മൾ സ്ലെഡ്ജ് ഹാമേഴ്സിലേക്ക് എത്താറായിരിക്കുകയാണ്.
ഇതാണ് സ്ലെഡ്ജ് ഹാമേഴ്സ്. ഇവിടുത്തെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ബൈക്കർ ജോയിൻറ്റും ബാറുമാണ്. തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഏകദേശം ഉച്ചയോടെ ആകുമ്പോൾ ഇവിടെ മുഴുവൻ ബൈക്കുകളും ബൈക്കേഴ്സിനെ കൊണ്ട് നിറയും. ഇനി ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യട്ടെ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.